ഹലോ ഗായ്സ്, വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബിൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എച്ച് ബോർഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് ഞാൻ കാര്യം ചോദിക്കണേ, നീ ആരടാ? നീ എന്താടാ? നിനക്ക് എന്താടാ വേണ്ടത്? നീ എന്ത് അറിയാനാടാ ഇവിടെ വന്നേ? നീ എന്തിനാടാ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം എന്താണ് മോൻ്റെ പേര്, മോൻ എന്താണ് പഠിക്കുന്നത്, മോൻ ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നീ എന്തിനാണ് മോനെ ഈ വീഡിയോ കാണുന്നത് ചോദിക്കുന്നത്? രണ്ടും നല്ല മാറ്റമുണ്ടല്ലേ? എന്താ കാരണം? നമ്മൾ ചോദിച്ചത് രണ്ടും രണ്ട് ക്വാളിറ്റിയിലാണ് ഞാൻ ചോദിച്ചത്. ആദ്യം ഞാൻ കുറച്ച് ഹാർഷായിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്, പക്ഷേ രണ്ടാമത് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ വളരെ ജെന്റിലായിട്ട് മാന്യമായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? കുറച്ച് ക്വാളിറ്റികൾ നമുക്ക് വേണം. നമുക്ക് മാത്രം ക്വാളിറ്റികൾ മതിയോ? പോരാ. പിന്നെ ആർക്ക് ക്വാളിറ്റി വേണം? അതാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞത്. ഈ ഓണപ്പരീക്ഷയ്ക്ക് എന്നല്ല, എല്ലാ തവണയും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും +1 പഠിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. മിക്കവാറും പേര് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം എഴുതി വെച്ച് മാർക്ക് വാങ്ങാൻ നോക്കും. 4 മാർക്കാണെങ്കിൽ 2 3 മാർക്ക് അതിന് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ മാർക്ക് എങ്ങനെ അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത് അല്ലേ? എന്തിൻ്റെ ക്വാളിറ്റിയാണ്? ചോദ്യം നോക്കിക്കോളൂ. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ക്വാളിറ്റീസ് അല്ലെങ്കിൽ റെക്വിസിറ്റ്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ? ഒരു നല്ല ക്വസ്റ്റിനെയറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഒരു ക്വസ്റ്റിനെയർ എപ്പോഴും നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. ചില ക്വസ്റ്റിനെയറൊക്കെ ഉണ്ടോ നമുക്ക് ചിലപ്പോൾ കാണാറുണ്ട്. ചില ഏജൻസികൾ നമുക്ക് വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കില്ല, എന്നിട്ട് അത് പൂരിപ്പിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറയും. നമുക്ക് കണ്ടാൽ തന്നെ ചവറ്റോട്ടെ വലിച്ചെറിയുന്നതിനെ. എന്നാൽ ചിലതുണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ടിക്ക് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിനെയറിന് കുറച്ച് നല്ല ക്വാളിറ്റീസ് വേണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റിനെയറിന് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വാളിറ്റികൾ. ഓക്കെ, ഒന്നാമത്തെ ക്വാളിറ്റിയാണ്, നമ്മൾ എന്തിനാണ് ഈ ക്വസ്റ്റ്യനറൊക്കെ തയ്യാറാക്കിയെടുത്തത്? നല്ലൊരു ക്വസ്റ്റ്യനർ തയ്യാറാക്കിയെടുക്കുന്നതിനാണ് നമുക്ക് വേണ്ട വിവരങ്ങൾ ശേഖരിക്കണം അല്ലേ? നോട്ട് ചെയ്യണം. നമുക്ക് വേണ്ട വിവരങ്ങൾ എന്താ പറഞ്ഞാൽ, നമുക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കണം. അതിനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം. ഇപ്പോൾ നമുക്കൊരു 10 കാര്യങ്ങളെക്കുറിച്ച് അറിയണം, പക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ആലോചിച്ച് 5 കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ആകെ അതിൻ്റെ പകുതി വിവരങ്ങളെ കിട്ടാൻ പോകുന്നുള്ളൂ. ബാക്കി പകുതി കിട്ടുന്നുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ശേഖരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യനർ നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന കാര്യമാണല്ലേ, നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കി പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ അയച്ചു കൊടുക്കുന്നതിന്. അപ്പോൾ ആ ചോദ്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടണോ ആ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ പറ്റണം. Question should be capable for collecting all relevant information. നമുക്ക് വേണ്ടപ്പെട്ട പ്രസക്തമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ പറ്റണം. ഇനി രണ്ടാമത്തെ നോക്കി നിങ്ങളുടെ ദ ലാംഗ്വേജസ് ആൻഡ് വേർഡിങ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ അഥവാ നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ഭാഷ ഉണ്ടല്ലേ, അതിലുപയോഗിക്കുന്ന ഇപ്പോൾ കടിച്ചാ പൊട്ടാത്ത ഭാഷ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബാലരമ വായിക്കായിരുന്നു. ഈ ബാലരമയിലുള്ള ഒരു സൂത്രനും ശേരുവിലും എന്ത് ചെയ്യാറുണ്ട്? ഒരു ആട് വരാറുണ്ട്. ഓക്കെ, അതിൻ്റെ പേരാണ് അജഗജൻ എന്ന് പറഞ്ഞ ആടാണ്ടോ. ആ ആട് വന്നിട്ട് കടിച്ചാ പൊട്ടാതെ കുറേ മലയാള ഭാഷയിലാണ് പറയാറുള്ളത്. അപ്പം അങ്ങനെ പദ്യം ശ്ലോകം ചൊല്ലുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ സാധാരണക്കാരെ ആൾക്കാരല്ലേ, അപ്പം നമുക്ക് മനസ്സിലാവില്ലേ? ഇതുപോലെയാണ് ക്വസ്റ്റ്യനെയറിൻ്റെ കേസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ, ഓക്കെ, അങ്ങനെ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്കത് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് അല്ലേ, ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് അത്രയും സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്, പക്ഷെ നമ്മളെ കൊണ്ട് വായിച്ചാൽ മനസ്സിലാക്കുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ശശി തരൂരിൻ്റെ ടൈപ്പിലുള്ള ഇംഗ്ലീഷൊക്കെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വളരെ സംസ്കൃത ശ്ലോകങ്ങൾ ചേർത്തുള്ള മലയാള ചോദ്യങ്ങൾ ചേർത്തുകൊണ്ടോ നമ്മൾ എന്താണ് ഒരാൾക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുത്തു വിചാരിക്കുക. അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് ഇത് ഉത്തരം കിട്ടാതെ പാവം കിളി പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്തായിരിക്കണം? അതാണ് പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജും വേർഡും കൂടെ എന്തായിരിക്കണം? ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി കൺവീനിയൻറ്റ് ടു ദ ഇൻഫോർമൻറ്റ്. നമുക്ക് വിവരങ്ങൾ തരുന്ന ആളെയാണ് നമ്മൾ ഇൻഫോർമൻറ്റ് എന്ന് പറയല്ലേ, വിവരദാതാവ് എന്ന് പറയും. അയാൾക്ക് എന്തായിരിക്കണം? കൺവീനിയൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സൗകര്യപ്രദമായിരിക്കണം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, എന്താ യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് സിമ്പിൾ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെയാണ് പറഞ്ഞത്. മൂന്നാമത്തെ നോക്കിയാൽ നമ്മൾ പരമാവധി എന്തിനാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. അതായത് നമ്മൾ എന്താണ് ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പെട്ടെന്ന്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുകയാണോ? യെസ് നോ, 2 ഓപ്ഷനെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ എന്താണ് കുട്ടിയാണോ അതോ മുതിർന്ന ആളാണോ? മുതിർന്ന ആളെന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലത്തെ ആൾ, 18 വയസ്സുള്ള ആൾ കുട്ടി എന്ന് പറഞ്ഞില്ലേ? യെസ് ഓർ നോ 2 ഓപ്ഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പരമാവധി ചേർക്കുക. എന്താ പറയുക? കാരണം നമ്മളെല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി തന്നെ അധിക സമയം ചിലവഴിക്കാത്ത ആൾക്കാരല്ലേ. അപ്പോൾ മറ്റൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് വിവരം ശേഖരിക്കാൻ വേണ്ടി എന്താണ് ഈ സമയത്ത് നമുക്ക് അതിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ നോക്കട്ടെ, എന്നാൽ നേരെ കുറച്ച് എസ് ഓറാണെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ച് ടിക്കറ്റ് പോയാൽ മാത്രം മതി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള എസ് ഓർനോ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. ഇനി എസ് ഓർനോ ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറ്റാത്ത ഏരിയയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണ്? ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്ന വിഷയം ഏതാണ്? ഹിസ്റ്ററി, അതേപോലെ ജോഗ്രഫി,
അക്കൗണ്ടൻസി, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും. എക്കണോമിക്സ് ഞാൻ പറയാത്ത പറഞ്ഞല്ല, സിമ്പിൾ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഈ ഓപ്ഷൻസ് കൊടുത്ത് നമ്മൾ ടിക്ക് ചെയ്യാൻ പറയാം അല്ലേ. അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. സാധാരണ നിങ്ങൾ എക്സാമിന് ഉണ്ടാവും അല്ലേ, ഒബ്ജക്റ്റീവ് ടൈപ്പ് എ, ബി, സി, ഡി എന്ന് പറഞ്ഞിട്ട് അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ചോയ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസാണ് നമ്മൾ അധികം ഉൾപ്പെടുത്തുന്നത്. അതാണ് മൂന്നാമത്തെ ഒരു ക്വാളിറ്റി വേണ്ടത്. നാലാമത്തെ കാര്യം, അവോയ്ഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരാളുടെ സ്വകാര്യ ചോദ്യങ്ങൾ, ഓക്കെ, ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുന്ന ആൾക്ക് അയാൾക്കൊരു ബ്രേക്കപ്പ് സ്റ്റോറി ഉണ്ടെന്ന് അറിയാം, അയാൾക്ക് ആ ബ്രേക്കപ്പ് സ്റ്റോറി പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചോദിക്കണേ, നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് നിങ്ങളുടെ കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ബ്രേക്കപ്പ് ചെയ്തത്, നിങ്ങളൊരു മണ്ടനാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും, അയാൾ വലിച്ചു കീറുന്ന കളയില്ലേ. കാരണം എന്താണ്, എന്നെ ചോദ്യം ചെയ്യുന്നോടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കീറി കളയും. അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഈ പറഞ്ഞ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കണം. അതൊരു ക്വാളിറ്റിയാണ് പറഞ്ഞത്. അടുത്ത അഞ്ചാമതായിട്ട് പറയുന്നത് എന്താണ്, നെസസറി ഫുട് നോട്ട്സ് കൊടുത്തിരിക്കണം. ഈ ഫുട് നോട്ട്സ് എന്ന് പറയുന്നത് അടിക്കുറിപ്പുകൾ എന്നാണ് പറയാം. ഓക്കെ, അടിക്കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ ചില ടേമുകൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കരുതെന്ന് പറയാറുണ്ടല്ലേ. എന്താ കാരണം, ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ശ്വാസനാളം അതേപോലെ അന്നനാളം രണ്ടാളെ, ഒന്ന് നമുക്ക് എന്താണ് ട്രക്കിയാണ് പറയാറില്ലേ, ഒന്നെന്താണ് ഈസോഫാഗസ് ആണ്. അപ്പോൾ അതിലെ പ്രശ്നം എന്താണ്, ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറിപ്പോയിട്ട് അവിടെ സ്റ്റക്കായിട്ട് നമ്മൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ അത് തടഞ്ഞു നിർത്തുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, എപ്പിഗ്ലോട്ടിസ് നമുക്കറിയാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, പരീക്ഷ അല്ല നമ്മളൊരു ക്വസ്റ്റ്യനറിൽ ചോദിച്ചത് ഇങ്ങനെയാണ്, ഓക്കെ, യുവർ എപ്പിഗ്ലോട്ടിസ് വർക്കിംഗ് പ്രോപ്പർലി, യെസ് ഓർ നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഞങ്ങളുടെ എപ്പിഗ്ലോട്ടിസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ എപ്പിഗ്ലോട്ടിസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാനല്ലേ. എപ്പിഗ്ലോട്ടിസ് ആർക്കും എല്ലാവർക്കും അറിയണമെന്നുണ്ടോ, ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ പലർക്കും അറിയുന്ന കാര്യം എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ തൽക്കാലം ഞാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. അത് തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കണ്ടോ, എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് നമ്മൾ എഴുതി വെക്കുന്നു, ചോദ്യത്തിൽ കൊടുത്തു. അപ്പോൾ എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് മനസ്സിലാൻ വേണ്ടി നമ്മൾ തൊട്ട് താഴെ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രക്കിയെയും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഈസോഫാഗസിനെയും അഥവാ നമ്മുടെ ശ്വാസനാളത്തെയും അതേപോലെ തന്നെ അന്നനാളത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു ആവരണമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് തൊട്ടതായത് കൊടുക്കുക. അങ്ങനെയുള്ള നോട്ട് കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, ഈ പറഞ്ഞ ഫുട് നോട്ട്സ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫുട് നോട്ട്സ് അത്യാവശ്യമാണെങ്കിൽ കൊടുത്തിരിക്കണം. ഇനി അടുത്ത പറയുന്നത് എന്താണ്, ലിമിറ്റ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ബിറ്റ്വീൻ 20 and 25 അല്ലേ. നമുക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു വീഡിയോ ഞാനൊരു 1 മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് പേര് വീഡിയോ സ്കിപ്പ് ചെയ്തു. കാരണം എന്താ പറയുക, നമുക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് കുറച്ച് സമയം കൂടുതൽ മാർക്ക്, അങ്ങനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കില്ലേ. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ചെറുതാക്കാനും പറ്റില്ല, ചിലത് വലുതാക്കാനും പറ്റില്ല. എങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ തയ്യാറാക്കുമ്പോൾ പരമാവധി ചോദ്യങ്ങളുടെ എണ്ണം ദിനം 20 to 25 ഇടയിൽ ഒതുക്കണം. കാരണം 50-60 ചോദ്യങ്ങളുടെ എന്ത് ചെയ്യും, നമ്മൾ അതിനാണ് ഫസ്റ്റ് നോക്കും അല്ലേ, പിന്നെ മുഴുവൻ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. 100ഓളം ചോദ്യങ്ങളോ, എനിക്ക് വയ്യത് ആൻസർ ചെയ്യാം, വെറുതെ കുറേ ടിക്കറ്റ് പോലെ. നേരെ മറിച്ച് 10-20 ഒരൊറ്റ പേജിലാണ് ചോദ്യങ്ങൾ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എല്ലാവരും ശരി ഉത്തരം കൊടുത്തിടും. കാരണം എന്താ, കുറച്ച് ചോദ്യങ്ങളുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് 20 to 25 ഇടയിൽ എപ്പോഴും ചോദ്യങ്ങളാക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് 7ാമതായിട്ട് പറഞ്ഞത്, ദ ക്വസ്റ്റ്യൻ ഷുഡ് ഹാവ് ലോജിക്കൽ ഓർഡർ. എന്താണ് പറയുക, ലോജിക്കൽ ഓർഡർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചോദ്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് ആളുകളുടെ അടുത്ത് നിന്ന് ഇതാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓക്കെ, ദാമ്പത്യ ജീവിതത്തിൽ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഓക്കെ, വിവാഹ ജീവിതത്തിൽ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ വായിൽ വന്നപ്പോൾ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരോടെ നമ്മുടെ ബന്ധുക്കൾ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആരുടെ കയ്യിൽ നിന്നാണ് വിവരം കിട്ടുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് ചോദിക്കാനല്ലേ. പക്ഷേ ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് വിവാഹം കഴിക്കാത്ത +2 പഠിക്കുന്ന നിങ്ങളെ പോലുള്ള, അല്ലെങ്കിൽ +1 പഠിക്കുന്ന നിങ്ങളെ പോലുള്ളൊരു കുട്ടിയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളോട് ചോദിക്കണം എന്ന് ചോദിച്ചു, ദാമ്പത്യ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, താങ്കളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഓക്കെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ തല്ലാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെ തല്ലാറുണ്ടോ, നിങ്ങളുടെ ഭാര്യ ചിലവൊക്കെ അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതിൽ. എന്നിട്ട് അവസാനം ചോദിക്കണേ, നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി, ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അവസാനം ചോദിക്കുന്നത്. ഇതിനൊരു ഓർഡർ ഉണ്ടോ, അല്ല, ഇത് ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്. അതായത് ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം അയാളുടെ വയസ്സ് പറയുമ്പോൾ തന്നെ അറിയാം എത്രയാണ്. അയാളുടെ വയസ്സ് 18 വയസ്സാവുന്നേ ഉള്ളൂ അല്ലേ. കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇല്ല. പിന്നെ അയാൾക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടോ, ഇല്ല. പിന്നെ എന്തിനാണ് അയാൾ ആൻസർ ചെയ്യേണ്ടത്, ഒരു കാര്യമല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു കൃത്യമായ ലോജിക്കൽ ഓർഡറിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കേണ്ടത്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി എന്ന് വെച്ചാൽ എന്താ പറയുക,
നമ്മൾ പഠിച്ചൊരു പ്രത്യേകത ഉണ്ട്, ക്വസ്റ്റ്യനെയർ നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുത്ത് അയാൾ പൂരിപ്പിച്ചിട്ട് അയച്ചിട്ടില്ലേ, അതായത് റെസ്പോണ്ടന്റ് വിവരം നൽകുന്നയാളാണ് അത് പൂരിപ്പിക്കുക, അയാൾ എന്നിട്ട് പൂരിപ്പിച്ചിട്ട് നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുക. അപ്പം അയാൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ സെൽഫ് എക്സ്പ്ലനേറ്ററി എന്ന് പറഞ്ഞാൽ അതാണ് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ അയാളെ കൊണ്ട് സാധിക്കണം. ഇപ്പം നമ്മളൊരു കാര്യം ചോദിച്ചാൽ അയാൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുക, നമ്മൾ ചോദിച്ച തല തിരിഞ്ഞാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക, അയാൾക്കത് വായിച്ചിട്ട് മനസ്സിലായാൽ എന്ത് ചെയ്യും, മറ്റേ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിലാണ് തോന്നുന്നു, ഒരു ക്യാച്ച് വിട്ടപ്പോൾ അയാൾ ഇങ്ങനെ നിൽക്കുന്നില്ല, ഒരു മൊട്ടത്തലയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ നിൽക്കുന്നില്ലേ, അതേ അവസ്ഥയിൽ അയാൾ നിൽക്കും അല്ലേ, ആക്ടർ സത്യൻ്റെ പോലെയൊക്കെ അങ്ങനെ നിന്നു പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. അടുത്ത പറഞ്ഞ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അട്രാക്റ്റീവ് ആയിരിക്കണം. ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരം കൊടുക്കാൻ ത്വര വരണം. അതായത് ഈ ചോദ്യം കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോലുള്ള സുന്ദരനായ വ്യക്തി പഠനത്തിൽ നേരിടുന്ന പ്രശ്നം എന്താണ്? നിങ്ങളെപ്പോലുള്ള സുന്ദരനായ വ്യക്തി, ഓക്കെ എന്താ സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സാറേ എനിക്ക് സൗന്ദര്യം കൊണ്ടാണ് പഠിക്കാൻ പറ്റുന്നത്, അങ്ങനെ കുറേ എഴുതിവിടല്ലേ. എന്താ കാരണം, നമ്മൾ അട്രാക്റ്റീവ് ചെയ്യുന്ന അഥവാ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ആളുണ്ടല്ലോ, ഇൻഫോർമൻ്റ് ഉണ്ടല്ലോ, ആ ഇൻഫോർമൻ്റ് നമുക്ക് വിവരം നൽകുന്ന ആളെ ഇംപ്രസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതി. ഇപ്പോൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളോട് എന്ത് ചെയ്താൽ മതി, ഫുട്ബോളിൻ്റെ രീതി ചോദിച്ചാൽ മതി. നിങ്ങൾ ഒരു നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫുട്ബോൾ മത്സരമാണെന്ന് വിചാരിക്കുക, അതിൽ അവസാന നിമിഷങ്ങൾ എന്ന് വെച്ചാൽ പരീക്ഷയോട് നടക്കുന്ന സമയം, ഇഞ്ചുറി ടൈമിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കറക്റ്റ് പറയാൻ പറ്റില്ലേ, പഠനത്തിന്റെ അവസാന മിനിറ്റിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ചോദിക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ആംബിഗസ്, ഷുഡ് ബി അണാംബിഗസ് എന്ന് പറഞ്ഞാൽ അണാംബിഗസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. എന്ത് പാടില്ല, നോ കൺഫ്യൂഷൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചോദിച്ചത്, നിങ്ങൾ പഠിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെ, നിങ്ങൾ പഠിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളൊരു പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം വായിച്ചിട്ട് 2 വട്ടം വായിച്ചു നോക്കലേ. ഇപ്പോൾ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ പഠിക്കാൻ മണ്ടനാണെന്നാണോ മിടുക്കനാണെന്നാണോ ഉദ്ദേശിച്ചത്, അതിങ്ങനെ അറിയാതെ ഇങ്ങനെ ചോറിഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാരണം, നമുക്കറിയില്ല അതെന്താ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത് അണാംബിഗസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനി എനിക്കത് കിട്ടില്ലെങ്കിൽ ദർ ഷുഡ് ബി നോ കൺഫ്യൂഷൻ ഇൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പോൾ ഈ 10 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഈ 10ഉം ഒരു നല്ല ക്വസ്റ്റ്യൻ ആറാൻ വേണ്ട 10ൽ 10 ക്വാളിറ്റിയാണ് പറഞ്ഞത്. 10ൽ 10 ഇല്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഈ 10ൽ 5 പഠിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 10 ക്വാളിറ്റീസ് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് സമയം എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഈ ക്വാളിറ്റീസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് മക്കളെ പരീക്ഷ കിട്ടാൻ പറ്റും, നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ്, എക്കണോമിക്സിൻ്റെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സ് എക്സാമിനൊക്കെ നല്ല പോലെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ മക്കളെ ഒരൊറ്റ കാര്യം ചെയ്യുക, നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. അപ്പോൾ ഒരൊറ്റ കാര്യം ചെയ്യുക, എജുബോർഡിന് നമ്മുടെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽ സബീൻ signing out from Edubot. Happy learning all. Bye.